ജെനി ആടി ആടി അവരുടെ അടുത്തേക്ക് വന്നു. ഇടയ്ക്കിടെ ബിയർ കുടിക്കുന്നുമുണ്ട്. മഹിയും മറ്റുള്ളവരും അവളുടെ ഈ മാറ്റം കണ്ട് അമ്പരന്ന് അവളെ നോക്കി. ജെനി ഡാ. വീഴാൻ പോയ ജെനിയെ പാച്ചുവും അഞ്ചു എബിയും താങ്ങി. ഐ ആം ഓക്കെ, പെർഫെക്റ്റ്ലി ഫൈൻ, പിടിക്കണ്ട, ഞാൻ ഫിറ്റല്ല. നാവ് കുഴഞ്ഞുകൊണ്ട് ജെനി അവരോട് പറഞ്ഞു. ആടി ആടി അവൾ മഹിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അവളുടെ കവളിൽ തിണർത്ത് കിടക്കുന്ന മഹിയുടെ വിരലുകൾ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛേ, ഇന്നത്തോടെ ജെനി കള്ളുകൂടി നിർത്തി. ഇത് ലാസ്റ്റാണ്. എന്റെ കിങ്ങിണി പോയതിലുള്ള സങ്കടം കൊണ്ട് തുടങ്ങിയതാണ്. ഞാൻ മാത്രമല്ല, ഇവരും, ഞങ്ങളെല്ലാം നിർത്തി. ഇനി കുടിക്കില്ല, അച്ഛ പ്രോമിസ്. ജെനി മഹിയുടെ തലയിൽ കൈവച്ച് പറഞ്ഞതും അവളൊന്ന് മുന്നോട്ടാഞ്ഞു. മഹി അവളെ വീഴാതെ പിടിച്ചു. അങ്ങനെ വീഴില്ല അച്ഛേ. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ വിനയ്, അവനെ ശിക്ഷിച്ചത് ഈശ്വരനാണെന്ന്. അല്ല, അവനെ ശിക്ഷിച്ചത് ഞാനാണ്. ചേച്ചിയുടെ പിറന്നാളിന്റെ തലേ ദിവസം അവനെ വിടാതെ പിന്തുടർന്ന് ആസിഡ് ഒഴിച്ച് അവനെ പൊള്ളിച്ചു. വേദന കൊണ്ട് അലറി വിളിച്ച് അവനെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്റെ കുഞ്ഞിനെ പിച്ചു ചീന്തി അവൻ കത്തി അമരുന്ന ഞാൻ നോക്കി നിന്നു. ഈ കൈ കൊണ്ടാണ് അവനെ ഞാൻ. ജെനി പറഞ്ഞപ്പോ പാച്ചു എബിയും അഞ്ചു ഒഴികെ എല്ലാവരും പകച്ചുകൊണ്ട് അവളെ നോക്കി. ജെനി അച്ചുവിന് നേരെ തിരിഞ്ഞു. ഇനി മിസ്റ്റർ അംഗത്തിന് തീരുമാനിക്കാം. എന്നെ പോലെ ഒരാളെ കൊന്ന പെണ്ണിനെ തന്നെ നിങ്ങൾക്ക് സ്നേഹിക്കണമെന്ന്, ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടണമെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് ജെനി ഇടറുന്ന കാലടികളോടെ പതിയെ പതിയെ അവളുടെ മുറിയിലേക്ക് പോയി. മഹിയും മറ്റുള്ളവർ അമ്പരന്നുകൊണ്ട് പാച്ചുവിനെ എബിയ അഞ്ജുവിനെ നോക്കി. എടാ, അവള് പറഞ്ഞതൊക്കെ? മനു അവരോട് ചോദിച്ചു. സത്യമാണ്. ഞങ്ങളോട് പോലും പറയാതെ അവൾ ഒറ്റയ്ക്ക് പോയി വിധി നടപ്പാക്കി. തല താഴ്ത്തി പാച്ചു പറഞ്ഞപ്പോ മഹി തളർന്നുകൊണ്ട് സെറ്റിയിലേക്കിരുന്നു. ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് ഭഗവാനെ. വസു സീതയെ ചാരിയിരുന്ന് കരഞ്ഞു. അച്ചുവേട്ടാ. അഞ്ജു അച്ചുവിനെ വിളിച്ചപ്പോ അച്ചു അവളെ നോക്കി. വഴക്കിട്ട് അച്ചുവേട്ട അവളെ സ്നേഹിച്ചതുപോലെ അവളും അച്ചുവേട്ടനെ സ്നേഹിച്ചിരുന്നു. ഈ ഒറ്റ കാരണം കൊണ്ടാണ് അവൾ അത് തുറന്നു കാണിക്കാതിരുന്നത്. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അച്ചുവേട്ടന് തീരുമാനിക്കാം അവളെ വേണോ വേണ്ടേ എന്ന്. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അവളെ ആർക്കും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ ഞങ്ങൾ മൂന്നാളും ഉണ്ട്. അഞ്ജു അവരോട് പറഞ്ഞുകൊണ്ട് ജെനിയുടെ മുറിയിലേക്ക് പോയി. അവര് കയറി പോകുന്നത് നോക്കി മറ്റുള്ളവർ ഇരുന്നു. ഇവര് പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം എന്താ അച്ചു? അവര് പോയി കഴിഞ്ഞപ്പോ ചന്ദ്ര അച്ചുവിനോട് ചോദിച്ചു. എനിക്ക് അവളെ ഇഷ്ടമാണ് അച്ഛേ. കല്യാണം കഴിച്ച് കൂടെ കൂട്ടാനും ആഗ്രഹമുണ്ട്. അച്ചു ചന്ദ്രനോട് പറഞ്ഞു. എല്ലാവരും അവനെ അന്തം വിട്ട് നോക്കി. ഇപ്പൊ എല്ലാം അറിഞ്ഞില്ലേ? ഒരാളെ കൊന്നതാണ് അവള്. ഇനി നിന്റെ തീരുമാനം എന്താ? സീത അവനോട് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അച്ചു മൗനമായിരുന്നു. അച്ചു. ഒന്നും മിണ്ടാതിരിക്കുന്ന അച്ചുവിനെ സീത വിളിച്ചു. അച്ചു അവരെ നോക്കി. എല്ലാവരും അവന്റെ തീരുമാനം അറിയാൻ കാത്തിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ചന്ദ്രൻ ഗൗരവത്തോടെ അവനോട് ചോദിച്ചു. അച്ചു അവരോട് എന്തോ പറയാൻ തുനിഞ്ഞപ്പോഴേക്കും പാച്ചു എബിയും അഞ്ചു അങ്ങോട്ട് വന്നു. അവർ 3 പേരും സീതയുടെയും ചന്ദ്രന്റെയും മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഞങ്ങളുടെ ജെനി ചെയ്തത് തെറ്റാണെന്നറിയാം. അവളോടുള്ള ദേഷ്യത്തിന് ജാനി ചേച്ചിയും മനുവേട്ടനെ അകറ്റരുത്. അപേക്ഷയാണ്. ജെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. അവളോടുള്ള ദേഷ്യത്തിന് ചേച്ചിയുടെ ഏട്ടന്റെ ജീവിതം നഷ്ടപ്പെടുത്തരുതെന്ന്. നിറ കണ്ണുകളോടെ അവർ 3 പേരും പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ജെനിയോടുള്ള അവരുടെ സ്നേഹം കണ്ട് അവരെല്ലാം ഓരോ നിമിഷവും അത്ഭുതപ്പെടുകയാണ്. അവരുടെ സൗഹൃദം അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എബി, അവള് ജെനി, അവള് മുറിയിലുണ്ടച്ചേ. കുടിച്ചതിന്റെ കെട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവള് ഷവറിന്റെ ചുവട്ടിൽ നിർത്തി. ഇപ്പൊ വലിയ കുഴപ്പമില്ല, കിടക്കുവാണ്. എബി അവരോട് പറഞ്ഞു. അച്ഛയ്ക്ക് തോന്നുന്നുണ്ടോ അവള് ചെയ്തത് തെറ്റാണെന്ന്? കൊച്ചു കുഞ്ഞിനോട് അവൻ കാണിച്ചത് ഇതിനേക്കാൾ നല്ലൊരു ശിക്ഷ അവനില്ല അച്ഛേ. നിങ്ങൾക്കറിയുമോ, പെൺകുട്ടികളെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന കണ്ടാലാണ് ജെനി അടിക്കാറുള്ളത്. അവൾ ആരെങ്കിലും തല്ലിയ അതിനുള്ള കാരണോ അതാവും. പാവമാണച്ചേ അവള്. അവളോട് ദേഷ്യം തോന്നരുത്. പാച്ചു മഹിയോട് പറഞ്ഞു. അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങാൻ പോയി. നിങ്ങൾ എങ്ങോട്ടാ? ജാനി അവരോട് ചോദിച്ചു. ഞങ്ങൾ പോട്ടെ, നാളെ വരാം. നാളെ ചേച്ചിയുടെ ഓപ്പറേഷനാണ്, രാവിലെ വരാം. അവരോട് യാത്ര പറഞ്ഞ് അവർ 3 പേരും വണ്ടിയെടുത്ത് പോയി. ചന്ദ്ര. മഹി ചന്ദ്രനെ വിളിച്ചു. എനിക്ക് മനസ്സിലാവും മഹി, ഞാനും എന്റെ ഭാര്യയും മക്കളും അത്ര ക്രൂരന്മാരൊന്നും അല്ല. ജെനി ചെയ്തത് തെറ്റ് ഞാൻ കാണുന്നില്ല. ഒരു തരത്തിൽ നോക്കിയാൽ തെറ്റാണ്. ഒരാളെ കൊല്ലാൻ നമുക്ക് ആർക്കും അവകാശമില്ല. പക്ഷെ കൊച്ചു കുഞ്ഞിനോട് അവൻ കാണിച്ച ക്രൂരതയ്ക്ക് അവനെ ശിക്ഷിക്കാൻ ഈശ്വരൻ നിയോഗിച്ചത് ജെനിയാണ്. എനിക്ക് ഒരു തരി ദേഷ്യം പോലും അവളോട് തോന്നുന്നില്ല. മറിച്ച് അവളെ ഓർത്ത് അഭിമാനമാണ്. ഇത്ര ചെറിയ പ്രായത്തിലെ ഇത്രയും ചെയ്ത് അവളോട് ബഹുമാനം തോന്നുന്നു. മാത്രമല്ല, അവളെപ്പോലെ ഒരു മകളെ നിനക്ക് കിട്ടിയത് നിന്നോട് ചെറിയ തോതിൽ കുശുമ്പും. പുഞ്ചിരിച്ചുകൊണ്ട് മഹി പറഞ്ഞപ്പോൾ എല്ലാവരുടെ ചുണ്ടിലും ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു. തീരുമാനം അച്ചുവിന്റേതാണ്. അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ 2ാമത്തെ മകളായി അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ റെഡിയാണ്. എന്താ സീതേ? ചന്ദ്ര സീതയെ നോക്കി ചോദിച്ചു. എനിക്ക് എന്ത് അഭിപ്രായ വ്യത്യാസമാണ്? എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോഴും അവളോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. അവള് ചെയ്തതാണ് ശരി. അവളൊരു പുണ്യാണ്.
എന്റെ മോളെ അവളെയും കൂടെ കിട്ടിയ അതിൽ പല സന്തോഷവും ഭാഗ്യവും എനിക്ക് എന്താണ്? നിറഞ്ഞ ചിരിയോടെ സീതയും പറഞ്ഞു. നിന്റെ ജീവിതമാണ് അച്ചു, നിനക്ക് തീരുമാനിക്കാം. മനു അച്ചുവിനോട് പറഞ്ഞു. അച്ചു അവരെയെല്ലാം നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറാൻ തുനിഞ്ഞു. നീ എങ്ങോട്ടാ? മനു അവനോട് ചോദിച്ചു. ഇപ്പൊ വരാം. അച്ചു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. അച്ചു പോയത് ജെനിയുടെ റൂമിലേക്കാണ്. ബെഡിൽ കണ്ണടച്ചു കിടക്കുന്ന അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളുടെ കവളിൽ അവൻ വിരലോടിച്ചു. അവന്റെ വിരലുകളുടെ സ്പർശനം അറിഞ്ഞതുകൊണ്ടാവാം ജെനി പതിയെ കണ്ണ് ചിമ്മി തുറന്നു. ജെനി. അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് അച്ചു അവളെ ആദരമായി വിളിച്ചു. ജെനി ഒന്നും വേണ്ടാതെ കുറച്ചു നേരം അവനെ നോക്കി കിടന്നു. അച്ചു അവളെ തന്നെ നോക്കി അവളുടെ മുഖത്തു നിന്ന് കണ്ണുകൾ പിൻവലിക്കാൻ മടിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ജെനി എണീറ്റിരുന്നു. അച്ചുവേട്ട എന്താ ഇവിടെ? ജെനി അവനോട് ചോദിച്ചു. ഇവിടെയല്ലാതെ ഞാൻ പിന്നെ എവിടെയാ ജെനി വരേണ്ടത്? ജെനിക്ക് അവൻ പറഞ്ഞത് മനസ്സിലായില്ല. അവൾ സംശയത്തോടെ അവനെ നോക്കി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് തീരുമാനം ചോദിക്കുന്നു ജെനി. പക്ഷെ എന്റെ തീരുമാനം ആദ്യം അറിയേണ്ടത് നീയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ചു അവളെ നോക്കി പറഞ്ഞപ്പോൾ ജെനി അവനിൽ നിന്ന് മാറി ബെഡിൽ നിന്നും എണീറ്റു. സ്വിങ്ങിനടുത്ത് പോയി നിന്നു. എന്നെ ജീവിതത്തിലേക്ക് തന്നെ കൂട്ടാനാണെങ്കിൽ വേണ്ട അച്ചുവേട്ടാ. പാച്ചു പറഞ്ഞ പോലെ എപ്പോഴൊക്കെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ വേണ്ട, എന്നെപ്പോലെ ഒരാളല്ല അച്ചുവേട്ടന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്. വെറുതെ എന്നെപ്പോലെ ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടി ഏട്ടന്റെ ജീവിതം കൂടി നശിപ്പിക്കരുത്. അവനെ നോക്കാതെ ജെനി അവനോട് പറഞ്ഞു. അച്ചു ദേഷ്യത്തോടെ അവളുടെ അടുത്ത് നിന്ന് അവളെ അവനെ അഭിമുഖമായി തിരിച്ചു നിർത്തി. അച്ചുവിന്റെ ദേഷ്യം കണ്ട് ജെനി ഒന്ന് പകച്ചു. അങ്ങനെ വിട്ടുകളയാനല്ല നിന്നെ ഈ നെഞ്ചിക്കൊണ്ട് നടക്കുന്നത്. എനിക്ക് വേണം ജെനി നിന്നെ പോലെ ഒരാളെ അല്ലാതെ പിന്നെ ആരെയോ പെണ്ണെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത്? പിന്നെ നീ ചെയ്തത് തെറ്റായിട്ട് എനിക്കെന്നല്ല ആർക്കും തോന്നില്ല. നീ ചെയ്തതാണ് ശരി. അവനുള്ള ശിക്ഷ നീ വഴി ഈശ്വരൻ നൽകി. അങ്ങനെ നീ പറയുമ്പോഴേക്ക് നിന്നെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. എന്റെ ജീവനും ജീവിതത്തിനും മനസ്സിനും ശരീരത്തിനും ഒരേ ഒരു അവകാശമേ ഉള്ളൂ ജെനി. അത് നീയാണ്, നീ മാത്രം. പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൻ അവളെയും കൊണ്ട് സ്വിങ്ങിൽ ഇരുന്നിരുന്നു. അച്ചുവിന്റെ മടിയിലാണ് ജെനി അവൻ ഇരുത്തിയത്. ജെനി എണീക്കാൻ തുടങ്ങിയപ്പോ അച്ചു അവളുടെ അരയിലൂടെ കൈയിട്ട് അവനിലേക്ക് കൂടുതൽ അവളെ അടുപ്പിച്ചു. ജെനി പകച്ചുകൊണ്ട് അവനെ നോക്കി. എന്നെ നോക്കി പറ ജെനി, നിന്നെ വിട്ടുകളയണമെന്ന്? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അച്ചു ചോദിച്ചു. ജെനി അവനെ നോക്കാതെ അവളുടെ മിടികൾ താഴ്ത്തി. അച്ചു പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ രണ്ട് കൈകളും അവന്റെ കഴുത്തിലൂടെ ചുറ്റി. എനിക്കറിയാം നിനക്കതിന് പറ്റില്ല എന്ന്. പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? അവനെ തന്നെ നോക്കുന്ന അവളുടെ കവളിൽ തഴിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇപ്പൊ എടുത്ത ഈ തീരുമാനം ഒരിക്കൽ തെറ്റായിപ്പോയി എന്ന് തോന്നാതിരിക്കാൻ, ഞാൻ കാരണം മറ്റൊരാളുടെ ജീവിതം നശിക്കാതിരിക്കാൻ. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ജെനി പറഞ്ഞപ്പോൾ അച്ഛൻ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയെ ചുംബിച്ചു. ജെനി കണ്ണടച്ച് അവന്റെ ചുംബനം സ്വീകരിച്ചു. ഒരിക്കലും തെറ്റില്ല ജെനി, നീയില്ലാതെ ഞാൻ പൂർണ്ണനാകില്ല. എന്റെ കൂടെ എന്നും എപ്പോഴും നീ വേണം, ഇതുപോലെ എന്റെ നെഞ്ചോട് ചേർന്ന്. ഒരിക്കൽ കൂടി അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടു ചേർത്തു. ജെനി എന്തോ പറയാൻ വന്നതും അച്ചു അവളുടെ ചുണ്ടുകൾക്ക് മീതെ വിരൽ വെച്ച് തടഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട, വൈകില്ല. ഞാൻ പെട്ടെന്ന് തന്നെ നിന്നെ ഞാൻ കൂടെ കൂട്ടും. ഇപ്പൊ നീ ഉറങ്ങിക്കോ, കഴിഞ്ഞതൊന്നും ആലോചിക്കണ്ട. അച്ചു അവളോട് പറഞ്ഞപ്പോൾ ജെനി അവനെ തന്നെ നോക്കി അവന്റെ നെഞ്ചോരം ചാരിയിരുന്നു. അച്ചു അവളെ ചേർത്ത് പിടിച്ച് സ്വിങ്ങിലിരുന്ന് പതിയെ ആടി. അച്ചു അവളെയും പിടിച്ചുകൊണ്ട് പതിയെ പാടി. അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച ജെനിയുടെ കൈകൾ അയഞ്ഞ് അവന്റെ അരയിലൂടെ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി അവന്റെ മടിയിൽ ജെനി ഇരുന്നു. അവന്റെ പാട്ട് കേട്ട് ജെനി പതിയെ ഉറക്കം പിടിച്ചു തുടങ്ങി. അവൾ ഉറങ്ങി തുടങ്ങിയെന്ന് മനസ്സിലായ അച്ചു അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഒരിക്കലും കൈവിടില്ല എന്ന പോലെ. ജെനി ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അച്ചു പാടുന്നത് നിർത്തി അവളെയും കോരിയെടുത്തുകൊണ്ട് സ്വിങ്ങിൽ നിന്നും എണീറ്റു. ജെനിയെ ബെഡിൽ കിടത്തി അവളെ പുതപ്പിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ തിരിഞ്ഞപ്പോഴാണ് നിറ കണ്ണുകളോടെ അതിലുപരി സന്തോഷത്തോടെ അവനെ നോക്കുന്ന വീട്ടുകാരെ അവൻ കണ്ടത്. അവൻ ചെറു പുഞ്ചിരിയോടെ മഹിയുടെ അടുത്ത് ചെന്ന് അയാളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു. വിട്ടുകളയാനല്ല അങ്കിളെ ഞാൻ അവളെ സ്നേഹിച്ചത്. എനിക്ക് തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം, പൊന്നുപോലെ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ. വിട്ടുകളയാൻ പറ്റില്ല അങ്കിളെ. അച്ചു മഹിയോട് പറഞ്ഞപ്പോ മഹി ചിരിച്ചുകൊണ്ട് അവന്റെ നെറുകയെ തലോടി. അങ്കിളല്ല, അച്ഛൻ. മഹി അവനോട് പറഞ്ഞപ്പോ അച്ചു മഹിയെ കെട്ടിപ്പിടിച്ചു. അവരുടെ സന്തോഷം അറിഞ്ഞെന്ന പോലെ ഉറക്കത്തിലും ജെനിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഞങ്ങൾ ഇറങ്ങട്ടെ മഹി? ചന്ദ്രനും കുടുംബവും യാത്ര ചോദിച്ചു. ഇത്ര സമയമായില്ലേ, ഇന്നിനി ഇവിടെ കൂടാ, നമുക്കിന്ന് ഒരുമിച്ച് കൂടാ, മഹി ചന്ദ്രനോട് പറഞ്ഞു. നാളെ ഹോസ്പിറ്റലിൽ പോകണ്ടേ, അപ്പൊ എങ്ങനെയാടാ? അതിനെന്താ, ഇന്നിവിടെ നിൽക്കാം, മഹി പറഞ്ഞപ്പോ ചന്ദ്രൻ ഭാര്യയും മക്കളെയും നോക്കി. ആയിക്കോട്ടെ, എന്നാ രാത്രി യാത്രയില്ല, ചിരിച്ചുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു. എന്നാൽ ഞാനും അച്ഛനും പോയി ഡ്രസ്സൊക്കെ മാറി നിങ്ങൾക്കുള്ള ഡ്രസ്സ് എടുത്തു വരാം, മനു അവരോട് പറഞ്ഞു. എന്നാ അങ്ങനെ ചെയ്യാം, സീത അവനോട് പറഞ്ഞു. വാ അച്ചു. മനു അച്ചുവിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. എനിക്കറിയാമായിരുന്നു അച്ചു ജെനിയെ വേണ്ടെന്ന് പറയില്ല എന്ന്. അച്ചു പോകുന്നത് നോക്കി സീത പറഞ്ഞു. ഭാഗ്യം ചെയ്ത അച്ഛനോടോ മഹി നീ? ചന്ദ്രൻ മഹിയോട് പറഞ്ഞു. സന്തോഷമാടാ എനിക്ക് എന്റെ മോളെ ഓർത്ത്.
പിന്നെ എന്റെ 2 മക്കളും സുരക്ഷിതമായ കൈകളിൽ തന്നെ എത്തിയില്ലേ, മഹി പറഞ്ഞു. അച്ചുവിന്റെയും ജെനിയുടെയും കാര്യം വഹിക്കേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ജെനിയുടെ മനസ്സ് മാറിയാലോ? ഞാനും അതേപ്പറ്റി ചിന്തിച്ചു. മറ്റാരും അറിയാതെ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. രാവിലെ അവരോട് 2 പേരോടും ചോദിക്കാം, പിന്നെ എല്ലാം പെട്ടെന്നാക്കാലോ, മഹി പറഞ്ഞു. വസു ചിരിച്ചുകൊണ്ട് സീതയുടെ കയ്യിൽ പിടിച്ചു. പൂർണ്ണ മനസ്സോടെയാണ് വസു അവളെ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത്. നല്ലൊരു അമ്മയായിരിക്കും ഞാൻ അവൾക്കും, ഒരിക്കലും അമ്മയമ്മ ആവില്ല. വസുവിന്റെ കൈക്കുമേൽ കൈവച്ചുകൊണ്ട് സീത പറഞ്ഞപ്പോ ആ അമ്മമനം നിറഞ്ഞു. നിന്റെ തീരുമാനം ഓർത്ത് എനിക്ക് ടെൻഷനായിരുന്നു അച്ചു. നീ അവളെ വിട്ടുകളയെന്ന് ഞാൻ കരുതി. വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മനു അച്ചുവിനോട് പറഞ്ഞു, അങ്ങനെ വിട്ടുകളയാനല്ലോ ഏട്ടാ അവളെ ഞാൻ എന്റെ നെഞ്ചിലേറ്റിയത്. പിന്നെ അവര് 4 പേരും എന്തോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ആവുമെന്ന് കരുതിയില്ല. ഇപ്പൊ എനിക്ക് എന്റെ പെണ്ണിനോട് പ്രണയത്തെക്കാൾ കൂടുതൽ ആരാധനയും ബഹുമാനവുമാണ്. അച്ഛൻ നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്നത് കേട്ടപ്പോ മനുവും പുഞ്ചിരിച്ചു. അവളെപ്പോലെ ഒരു അനിയത്തി എന്റെ ഭാഗ്യമാണ്, മനു പറഞ്ഞു. എന്റെ നല്ല പാതയെ അവള് വരുന്നത് പരം ഭാഗ്യം എനിക്കില്ല ഏട്ടാ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവളെ, എന്റെ ജെനിയെ. അച്ഛയോടും അമ്മയോടും പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവളെ കൂടെ കൂട്ടണം. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ, അച്ഛ പറഞ്ഞു. പിന്നെ അവര് പറഞ്ഞതൊന്നും മറ്റാരും അറിയരുത്. ദീപവും കൃതിയും വിധുവും ആരും. അവർക്ക് ചിലപ്പോ അവളോട് ദേഷ്യം തോന്നാം, മനു അച്ഛനോട് പറഞ്ഞു. ഇല്ലേട്ടാ, ആരും അറിയില്ല. ഇപ്പൊ ഈ നിമിഷം മുതൽ അവൾ പറഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. മനു ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു. വീട്ടിലെത്തിയ അച്ചുവും മനു ഫ്രഷായി ഡ്രസ്സ് മാറി. നാളെ ഹോസ്പിറ്റലിൽ പോവാൻ ആവശ്യമുള്ളതെല്ലാം എടുത്ത് വീട് പൂട്ടി ജെനിയുടെ വീട്ടിലേക്ക് തന്നെ പുറപ്പെട്ടു. അച്ചുവും മനുവും എത്തിയപ്പോ അവരെ കാത്ത് ജാനിയും സീതയും ബസുവും മഹിയും ചന്ദ്രനും എല്ലാം പുറത്തുണ്ടായിരുന്നു. എന്താടാ നിങ്ങൾ വൈകി, അവരോട് സീത ചോദിച്ചു. എന്റെ അമ്മേ, എല്ലാം ഒന്ന് എടുക്കണ്ടേ, പിന്നെ ഞാനും ഏട്ടനൊന്ന് ഫ്രഷായി. കൊണ്ടുവന്ന സാധനങ്ങൾ സീതയുടെ കയ്യിൽ കൊടുത്ത് അച്ചു പറഞ്ഞു. ആ വാ, ഭക്ഷണം കഴിക്കാം. വസു വരെ കഴിക്കാൻ വിളിച്ചു. ജെനി കഴിച്ചോ അമ്മേ, അച്ചു വസുവിനോട് ചോദിച്ചു. ഇല്ല, എണീറ്റപ്പോ കോഫി കുടിച്ചതാണ്, കുറച്ചു മുമ്പ് ഒരു കുപ്പിയും, വസു സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ അവളെ എണീപ്പിക്കാം, വല്ലതും കഴിച്ചിട്ട് കിടന്നോളൂ. ഇനി അത്താഴപ്പണിന് കിടക്കണ്ടല്ലോ, ജാനി പറഞ്ഞു. വേണ്ട ഏട്ടത്തി, അവള് കിടന്നോട്ടെ, നല്ല ഉറക്കാണ്, ഉറങ്ങിക്കോട്ടെ. ജെനിയെ വിളിക്കാൻ പോയ ജാനിയെ അച്ചു തടഞ്ഞു. എന്നാ വാ കഴിക്കാം, മഹി അവരോട് പറഞ്ഞു. അവരെല്ലാം കഴിക്കായിരുന്നു. അച്ചു എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എണീറ്റു. സീതയും ചന്ദ്രനും താഴേക്കുള്ള റൂമിൽ കിടന്നു. ജാനിയും മനു ജാനിയുടെ മുറിയിലും ജെനിയുടെ അപ്പുറത്തുള്ള മുറിയിൽ അച്ചുവും കിടന്നു. അച്ചു മുറിയിലേക്ക് പോകും മുമ്പ് ജെനിയുടെ മുറിയിലേക്ക് കയറി. മനസ്സിലെ കാറും കോളും ഒഴിഞ്ഞ് സമാധാനമായി ഉറങ്ങുന്ന അവളെ അവൻ കുറച്ചുനേരം നോക്കി നിന്നു. അവളുടെ അടുത്തിരുന്ന് അവളുടെ നെറുകയെ തലോടി. അവളിൽ നിന്ന് ഊർന്നു പോയ പുതപ്പെടുത്ത് അവളെ വീണ്ടും പുതപ്പിച്ചു. കുനിഞ്ഞ് അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അവളുടെ കവിളിൽ അവന്റെ അതരങ്ങൾ തട്ടിയപ്പോൾ ജെനി ഒന്ന് ചുരുങ്ങി. കുറച്ചു നേരം കൂടി അവളെ നോക്കിയിരുന്നു. പിന്നെ എണീറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിന്റെ വാതിലും ചാരി അവൻ മുറിയിൽ നിന്നും ഇറങ്ങി. നല്ല ഉറക്കമാണല്ലേ, ജെനിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയ അച്ചുവിനെ കണ്ട് മനു ചോദിച്ചു. ഉറങ്ങട്ടെ, ഇന്നാവും സമാധാനത്തോടെ ഉറങ്ങുന്നത്, അച്ചു മനുവിനോട് പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് മനു അച്ചുവിനെ കെട്ടിപ്പിടിച്ചു. ഗുഡ് നൈറ്റ് ഏട്ടാ, ഗുഡ് നൈറ്റ്. 2 പേരും മുറിയിലേക്ക് പോയി. ഉറക്കമൊക്കെ ശരിയായോ സീതേ? രാവിലെ എണീറ്റ് അടുക്കളയിലേക്ക് വന്ന സീതയെ കണ്ടു വസു ചോദിച്ചു. ഓ ശരിയായി, ചിരിച്ചുകൊണ്ട് സീത വസുവിനെ സഹായിക്കാൻ തുനിഞ്ഞു. ഏയ് എന്താ സീത ഇത്, ഞാൻ ചെയ്തോളാം, നീ അങ്ങോട്ട് പൊയ്ക്കോ. സഹായിക്കാൻ വന്ന സീതയെ തടഞ്ഞുകൊണ്ട് വസു പറഞ്ഞു. ദേ വസു, എന്നെ നീ അതിഥിയാക്കല്ലേ. സീത പറഞ്ഞപ്പോ വസു ചിരിച്ചു. 2 അമ്മമാരും കൂടെ അടുക്കളപ്പണിയും മുഴുകിയിരിക്കുമ്പോഴാണ് ജാനി വന്നത്. ആഹാ, ഇന്ന് 2 അമ്മമാരുടെയും പാചകമാണോ? അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ജാനി ചോദിച്ചു. പിന്നല്ല, നീ പോയി മനുവിനെ അച്ചുവിനെയും ഒക്കെ വിളിക്ക് ജാനി, സീത അവളോട് പറഞ്ഞു. ആ അച്ഛന്മാരോ? അവര് പുറത്തുണ്ട്. ജാനി മനുവിനെയും അച്ചുവിനെയും വിളിക്കാൻ പോയി. 2നെയും കുത്തിപ്പൊക്കി ഫ്രഷ് ആവാൻ വിട്ടു. അവരെല്ലാം റെഡിയായി താഴേക്ക് വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. ഗുഡ് മോർണിംഗ്, അച്ചു എല്ലാവരോടും പറഞ്ഞു. മോർണിംഗ്. ജാനി, ജെനിയെ വിളിച്ചിട്ട് വാ, വസു അവളോട് പറഞ്ഞപ്പോ ജാനി ജെനിയുടെ മുറിയിലേക്ക് പോയി. ജെനി എന്നും വിളിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറി. ബെഡിൽ ജെനിയെ കണ്ടില്ല. വാഷ്റൂമിൽ ഉണ്ടാവുമെന്ന് കരുതി അവള് വാതിലിൽ തട്ടി. ജെനി മോളെ. ബാത്റൂം ഡോറിൽ തട്ടി അവള് വിളിച്ചു. മറുപടിയൊന്നും വന്നില്ല. ജെനി ഡോർ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചപ്പോ ഡോർ തുറന്നു. ബാത്റൂമിലും ഇല്ല. ജെനി മോളെ. ജാനി മുറിയിൽ നിന്ന് ഇറങ്ങി മുകളിൽ എല്ലായിടവും നോക്കി. കോമൺ ബാൽക്കണിയിലും പോയി നോക്കി. അവിടെയൊന്നും അവളെ കണ്ടില്ല. ജാനി പേടിച്ച് കരഞ്ഞു തുടങ്ങിയിരുന്നു. ജാനി അവളുടെ ഫോൺ എടുത്ത് ജെനിക്ക് വിളിച്ചു. ജെനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അച്ഛേ. കരഞ്ഞുകൊണ്ട് ജാനി താഴേക്ക് ഇറങ്ങി വന്നു. കരഞ്ഞുകൊണ്ട് വരുന്ന ജാനിയെ കണ്ടപ്പോ അവരെല്ലാം പേടിച്ചു. എന്താ എന്താ മോളെ? എല്ലാവരും ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് ജാനിയുടെ അടുത്തേക്ക് വന്നു. അച്ഛി, ജെനി. മഹിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവള് പറഞ്ഞപ്പോ എല്ലാവരുടെ ഉള്ളിലും വെള്ളടി വെട്ടി. എന്റെ ജെനിക്ക് എന്താ ഏട്ടത്തി? അച്ഛൻ ജെനിയോട് ചോദിച്ചു. ജെനിയെ കാണുന്നില്ല, ഞാൻ എല്ലായിടത്തും നോക്കി, ഇവിടെ എങ്ങും അവളില്ല അച്ഛേ. അവളുടെ ഫോൺ ഓഫാണ്, എനിക്ക് പേടിയാവുന്നു അച്ഛേ. എന്റെ ജെനി.
ജാനി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ എല്ലാവരും ഞെട്ടി. അച്ചു ശ്വാസം എടുക്കാൻ പോലും മറന്നു. പെട്ടെന്ന് അവൻ മുകളിലേക്ക് ജെനിയുടെ മുറിയിലേക്ക് ഓടി. എല്ലാം ഇന്നലെ രാത്രിയിലേതുപോലെ തന്നെ. ബാൽക്കണി ഡോർ ഒന്നും ഓപ്പൺ അല്ല, കർട്ടൻ തൂക്കിയിട്ട് തന്നെയുണ്ട്. അച്ചു ഫോൺ എടുത്ത് പാച്ചുവിനെ വിളിച്ചു. ഹലോ പാച്ചു, ഞാനാണ് അച്ചു. എന്താ അച്ചു ഏട്ടാ, രാവിലെ എന്തെങ്കിലും? എടാ ജെനി വന്നോ അങ്ങോട്ട്? ഇല്ലല്ലോ. എന്താ ഏട്ടാ? അത് അവളെ ഇവിടെയൊന്നും കാണുന്നില്ല. കാണുന്നില്ലെന്നോ? ഞാനിപ്പോ വരാം. പാച്ചു ഫോൺ കട്ട് ചെയ്തപ്പോ അച്ചു അവന്റെ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു. അച്ചു തകർന്നു പോയി. അവന്റെ ശരീരം എല്ലാം തളരുന്ന പോലെ അവന് തോന്നി. ഏട്ടാ, ഞാൻ പറഞ്ഞതാണ് ഏട്ടാ, അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന്. എന്നിട്ടവള്... മനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. അവന്റെ ശബ്ദം ഇടറിയിരുന്നു. മഹി തളർന്നിരുന്നു. മഹിയുടെ അടുത്ത് തന്നെ ചന്ദ്രനും ഇരുന്നു. കരഞ്ഞുകൊണ്ടിരുന്ന വസുവിനെയും ജാനിയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ സീതയും മനുവും ഇരുന്നു. അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അച്ചു സെറ്റിൽ അവന്റെ 2 കൈകൊണ്ടും തല താങ്ങി കണ്ണടച്ചിരുന്നു. എവിടെയാ ജെനി നീ? മുടിയിൽ വിരൽ കൊരുത്ത് വലിച്ചുകൊണ്ട് അവ ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞു.